കോവളത്ത് നിന്നും ശ്രീ അരവിന്ദനാണ്. ശ്രീ അരവിന്ദൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും നമ്മളെ അസമാധാനത്തിലേക്ക് തള്ളിയിടുകയാണോ ട്രംപും ഇറാനും ചേർന്ന്? ഹമാസാണ് ഇത് തുടങ്ങി വെച്ചെങ്കിലും ഇത് നീളുന്നതിന്റെ പിറകിൽ റഷ്യയും ചൈനയുമാണ്. റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നതുകൊണ്ടാണ് ഇത്രയും യുദ്ധം നീളാനുള്ള കാരണം അവരുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം ഇറാന് കൊടുത്തിട്ടുണ്ട്. അതിനാൽ അവർക്ക് നിഷ്പ്രയാസം അയൺ ഡോമും എല്ലാം തകർക്കാൻ കഴിയുന്നു. അതാണ് ഇതിന്റെ അവരത്രയെങ്കിലും ചെയ്യണ്ടേ ശ്രീ അരവിന്ദൻ? അവരത്രയെങ്കിലും ചെയ്യണ്ടേ? അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ഉപകാരപ്പെടാനൊന്നുമല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ എനിക്കറിയില്ല അവർ സഹായം ചെയ്തു. അത്രയെങ്കിലും സഹായം ചെയ്തെങ്കിൽ നല്ല കാര്യമെന്നാണ് പറയുന്നത്. ദുർബലരായ ആളുകൾക്ക് നേരെ ശക്തരാക്രമണം നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ അത്രയെങ്കിലും റഷ്യയും ചൈനയും ഒക്കെ ചെയ്തെങ്കിൽ നല്ല കാര്യം. അതിന്റെ ഉദ്ദേശം വേറെയാണ്. ഉദ്ദേശമായാലും അമേരിക്കയുടെ ഹുങ്കിന് നേരെ ഒരു ചെറു രാജ്യത്തിനെ ആക്രമിച്ച് അങ്ങ് തീർക്കാം എന്ന് കരുതിയല്ലേ അവർ വന്നത്. ആദ്യത്തെ ദിവസം തന്നെ അവർ ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും ആ രാജ്യം ന്യായം ആരുടെ ഭാഗത്തായാലും ആ രാജ്യത്തെ ന്യായീകരിക്കൊന്നുമല്ല. പക്ഷേ ആ രാജ്യത്തിന്റെ നേരെ ആക്രമണം നടത്തി അവരെ അങ്ങ് തീർക്കാം എന്ന് കരുതി അമേരിക്കയും ഇസ്രായേലൂടെ വന്നിട്ട് ഇതുവരെ തീർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നില് ഇറാന്റെ തീവ്രവാദമാണെന്നുള്ളത് മറക്കരുത്. അല്ലെ, ഇറാന്റെ തീവ്രവാദം തീർക്കേണ്ട ഉത്തരവാദിത്വമൊന്നും അമേരിക്കയ്ക്കില്ലല്ലോ. അമേരിക്കയിൽ വന്ന് ഇറാൻ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദമായിട്ട് ചെല്ലുന്നോ? ഇല്ലല്ലോ. ഇറാന്റെ തീവ്രവാദം ഉണ്ടെങ്കിൽ ആ രാജ്യം നോക്കിക്കോളും. അല്ലാതെ അവിടെ ഇപ്പൊ ഇന്ത്യയിൽ തീവ്രവാദം ഉണ്ടെങ്കിൽ ഇന്ത്യൻ തീവ്രവാദം തീർക്കാൻ അമേരിക്ക വരുമോ? ഇല്ലല്ലോ. വരാത്തതിന്റെ കാര്യം എന്താ? ഇന്ത്യ കയറി അടിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമായിട്ട് വരത്തില്ല. ചൈനയിലുണ്ടെങ്കിൽ അവിടെ ചെല്ലുവോ? ഇല്ല. റഷ്യയിലുണ്ടെങ്കിൽ ചെല്ലുവോ? ഇല്ല. ഇത് ഇറാനെ പോലുള്ള രാജ്യത്തോ വെനസ്വേലയെ പോലുള്ള രാജ്യത്തൊക്കെ അല്ലേ അമേരിക്ക ചെല്ലൂ. അല്ലാതെ ശേഷിയുള്ള രാജ്യങ്ങളോട് മുട്ടാൻ അമേരിക്ക ചെല്ലുവോ? അത് ചെല്ലില്ല. അല്ല, അപ്പൊ പിന്നെ ആ തെരുവിലൊരു തെമ്മാടി ഒരുത്തരെ അടിക്കുകയാണെങ്കിൽ അവന്റെ ന്യായമൊന്നും നോക്കാതെ ആ ദുർബലന് വേണ്ടി സഹായം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമല്ലേ? ആരാലും ചെയ്തു പോവില്ലേ? മുഴുവൻ അമേരിക്ക തെമ്മാടി എന്ന് പറയാനും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അത് താങ്കൾ കാണുന്നത് അമേരിക്കയെ? അമേരിക്ക ഇപ്പൊ ഈ ട്രംപ് വന്നതിന് ശേഷമാണ് വാക്കിന് സ്ഥിരതയില്ലാത്ത ഒരു രാജ്യമായിട്ട്. മുമ്പും അമേരിക്ക തന്നെയല്ലേ? എന്തിനായിരുന്നു അവർ ഇറാഖിനെ ആക്രമിച്ച് അവിടെ രാസായുധമുണ്ടെന്ന് പറഞ്ഞു? രാസായുധം എവിടെങ്കിലും കണ്ടെത്തിയായിരുന്നു? അഫ്ഗാനിസ്ഥാനിലെല്ലാം താലിബാനെ അവസാനിപ്പിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന അവസ്ഥയല്ലേ കൊണ്ടെത്തിച്ചത്? അവർ ഏത് രാജ്യത്ത് പോയി ഇടപെട്ടാണ് ആ രാജ്യത്ത് അമേരിക്ക ഇടപെട്ട ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു, ആ രാജ്യത്തെ ജനങ്ങൾക്ക് പിന്നീട് സമാധാനത്തെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി? അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം ഉദാഹരണം പറയാനുണ്ടോ? അതില്ല. അവരുടെ ലക്ഷ്യം സമ്പത്ത് തന്നെയാണ്. ചെറു രാജ്യങ്ങളിലുള്ള സമ്പത്ത് പിടിച്ചടക്കുക, പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത മാതിരി. അല്ലാതെ വേറെ ലക്ഷ്യങ്ങളൊന്നും അമേരിക്കയ്ക്കില്ല. ശരി ശ്രീ അരവിന്ദൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീജിത്താണ് കോഴിക്കോട്. ശ്രീജിത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം സാർ, ഇത് വ്യക്തമായിട്ട് പറഞ്ഞ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളാണിത്. അല്ലാതെ ഇറാൻ വല്ല തീവ്രവാദ പ്രവർത്തനം നടത്തിയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടായതൊന്നല്ല. ഈ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹം, അവർക്കുള്ള ആഗോള ശക്തി എന്ന പവർ, അതിന് ചോദ്യം ചെയ്യപ്പെടാൻ ഇന്നിപ്പോ ആരുമില്ല. റഷ്യയില്ല, നമ്മൾ പറയ സോവിയറ്റ് യൂണിയൻ ഇല്ല. 90കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച അത് ലോകക്രമത്തെ വല്ലാതെ ബാധിച്ചു. ഇതിപ്പോ ഏക ലോക ധ്രുവക്രമത്തിലേക്ക് അമേരിക്ക ഒരു ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് വന്നത് കാരണം തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് മീൻസ് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ചൈന പോലുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഒരു പവർ, ഒരു ശബ്ദം പോലും അനക്കാൻ പറ്റാതിരിക്കുന്നത്. അതിന് വ്യക്തമായ ഉത്തരവാദിത്വം നമ്മളെ UN പോലുള്ള ഇന്ന് എന്താ പറയുക നോക്കുകുത്തികളുമായിട്ട് ഉള്ള ആ ഒരു അന്താരാഷ്ട്ര സംഘടന അതെന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ലോകം വിലയിരുത്തേണ്ടതാണ്. ഇതിപ്പോ ലോകക്രമത്തില് ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളെ ചായക്ക് വരെ വില കൂടി. ഇപ്പൊ വ്യക്തമായി ഇത്തരം കാര്യങ്ങളോട് ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു ബോഡി ഇന്നിപ്പോ ലോകത്തില്ല. അമേരിക്ക എന്ത് ചെയ്താലും അതിനെ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നയം. ആ നയത്തിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചാലും, ഇപ്പൊ വെനസ്വേലയുടെ പ്രസിഡന്റിനെ നമ്മൾ കണ്ടതാണല്ലോ, അവരെന്താണ് ചെയ്തത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമ്മൾ കണ്ടു. ആർക്കും എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുവരെ പ്രതികരിക്കാൻ പറ്റിയില്ല, ഇനിയിട്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം അമേരിക്ക എന്ന സാമ്രാജ്യ ശക്തി അത്രത്തോളം വളർന്ന് അവർ ദുർഭൂതമായി. കാരണം ഈ ലോകത്തെ ചൈനയിൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും അവരുടെ ഡീപ് സ്റ്റേറ്റ് അജണ്ടകൾ അവർ വ്യക്തമായിട്ട് നടപ്പാക്കുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു നിലപാടെടുക്കേണ്ട ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകൾക്ക് അവർ നിശബ്ദത പാലിക്കുകയാണ് ആ സ്ഥലത്തില്. പിന്നെ ഇത്രയും കാലം അവർ വ്യക്തമായിട്ട് വെച്ചിരുന്ന എന്താ പറയാ, യൂറോപ്പിനെ ഇപ്പോഴൊരു കോളനിയാണ്. ഒരു കാലത്ത് യൂറോപ്പായിരുന്നു ലോകം മുഴുവൻ കോളനിയായിട്ട് വെച്ചു. ഇപ്പം ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള എല്ലാവരും അവർ കോളനി, അവരുടെ സൈനിക ശേഷി അവിടെ വെച്ചിട്ട്
എന്താ പറയാ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സൗദിനെയും ഖത്തറിനെയും അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ യുദ്ധം ഉണ്ടായത് അമേരിക്കനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.